ഹലോ, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നേരത്തെ ഇട്ട വീഡിയോൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൽ ഒരു കാര്യം ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടിടുകയാണ്. അപ്പോൾ നമ്മൾ ചെസ്സ് ഗെയിമിൻ്റെ റിസൾട്ട് ഇവിടെ നമ്മൾ അറിയിച്ച ലൈവിൽ ഈ വീഡിയോയിൽ കൂടി അതിലാരാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്കിത് സൂമാക്കി നോക്കാം. ഇവിടെ കാണാമല്ലോ, ഓരോരോ ആൾ അയച്ചത് കാണുന്നുണ്ട്. ഇവിടെ ആരൊക്കെ അയച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ നമ്പർ ഇവിടെ കാണാം. ഇതിൽ 1-ാം നമ്പർ സാംലോഗാണ് അയച്ചത്. 7-ാം തീയതിയാണ് ആദ്യം അയച്ചത്. 7-ാം തീയതി എത്ര ടൈം എന്നൊക്കെ ഇവിടെ അവിടെ കാണിക്കുന്നുണ്ട്, അടിയിൽ കാണിക്കുന്നുണ്ട്. 7/8/2025 21:16 സെക്കൻഡ് വരെ കാണിക്കുന്നുണ്ട്, ഏത് സമയത്താണ് അയച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ ഓരോരുത്തർ. ഇപ്പോൾ 7-ാം തീയതി അയച്ചത് സാംലോഗാണ്. 8-ാം തീയതി 2 പേര് അയച്ചിട്ടുണ്ട്, ഷബന, ഷീന എന്ന് പറഞ്ഞിട്ട് 2 പേരാണ് അയച്ചിട്ടുള്ളത്. ഷബന, ഷീന. അപ്പോൾ ഒരു ടൈം വ്യത്യസ്തമായിരിക്കും. 10:43 നമ്മുടെ ഷബന അയച്ചിട്ടുള്ളത്. 17 മണിക്കാണ്. 17 മണിക്ക് അറിയാലോ എത്രയെന്ന്. ആ സമയത്താണ് ഷീന അയച്ചിട്ടുള്ളത്. അപ്പോൾ 2 പേരാണ് 8-ാം തീയതി അയച്ചത്. 7-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റുമാണ്. അപ്പോൾ അതിൻ്റെ താഴെ 4-ാമത് അയച്ചത് 2 പേര്. ഇത് 9-ാം തീയതി 2 പേര്, ഫർഹാന, ബദറുദ്ദീൻ എന്ന് പറയുന്ന 2 പേരാണ് അയച്ചത്. അവരുടെ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. 9/8/2025 20:33. അതിന് താഴെ 20:36 രണ്ടാമത്തെ ആൾ ബദറുദ്ദീൻ എന്ന് പറയുന്ന ആൾ അയച്ചിട്ടുള്ളത്. രണ്ടും ഇതൊരേ ടൈമിനാണ്, ഒരേ ഡേറ്റിനാണ്. പിന്നെ അയച്ചത് 10-ാം തീയതിയാണ്. കുഞ്ഞോൾ അയച്ചത് 10-ാം തീയതിയാണ്, 8/6. അതിന് ശേഷം 2 പേര് അയച്ചു 11-ാം തീയതി, അതായത് ഇന്നലെ അയച്ചിട്ടുള്ളത്. രാജ്മണി എന്ന് പറയുന്നവരാണ്. 14 മണിക്കാണ്. അതിന് ശേഷം ഞാനാണ് അയച്ചിട്ടുള്ളത്. 18 ലാസ്റ്റാണ് ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നോക്കാം. ആരാണ് ഇതിൽ കറക്റ്റ് ഫസ്റ്റ് പറയേണ്ടത്? രാജ്യമാണ്. ഏത് രാജ്യം എന്ന്. ആ രാജ്യം കറക്റ്റാണ്. കാനഡ എന്ന് എഴുതിയിട്ടുണ്ടാകും, നോക്കട്ടതാണ്. കാനഡ എന്ന് എഴുതിയിട്ട് ഇവിടെ 4 പേര് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റത്തെ നോക്കേണ്ടത് ഞാനാണ്. അപ്പോൾ 3 പേര് കറക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ, കാനഡ. അതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാനഡ എന്ന് എഴുതിയവർ 4 പേരുണ്ട്. അതിൽ ഫസ്റ്റിൽ വന്ന ആൾ സമനില എന്ന് എഴുതിയിട്ടുള്ളത്, ടൈ എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് നമുക്ക് നോക്കാം. ഇവിടെ ഷീന എന്ന് പറയുന്നവരാണ് സമനില എന്ന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ളത് വിൻ ചെയ്തു 2 പേരും, അതായത് ഫർഹാനയും ബദറുദ്ദീൻ. അപ്പോൾ കാനഡ എന്ന് എഴുതിയത് ശരിയായിട്ടുണ്ട്, വിൻ ചെയ്തതും ശരിയായിട്ടുണ്ട്. 3-ാമത്തെ ഓപ്ഷൻ എത്ര നീക്കം, നമുക്ക് കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. എത്ര നീക്കമാണ്? 7 നീക്കം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ശരി ഉത്തരം താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ എൻ്റെ കയ്യിൽ കാണാം 7 എന്ന്. അതേപോലെ 7 എന്ന് ഇവിടെ 2 പേര് കൊടുത്തു. ആ 2 പേര് ആരാണെന്ന് നമുക്കറിയാലോ. ഇവിടെ കാണുന്നുണ്ട്, ഫർഹാന, ബദറുദ്ദീൻ. ഈ 2 പേരാണ് കറക്റ്റ് ആൻസർ. 3 ഓപ്ഷനും കൃത്യമായിട്ട് അയച്ചിട്ടുള്ളത്, ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കാണ് ഇവിടെ വിൻ ചെയ്യാനുള്ള വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അയച്ച ഒരാൾ, അതായത് സാംബ്ലോഗ്, പോളണ്ട് എന്നാണ് കൊടുത്തത്, വിജയം എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോ ആൻസർ. അവിടെ ഇത് കൊടുക്കാൻ ബാക്കി. പക്ഷേ നല്ലൊരു നീക്കം എന്നാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നീക്കം എത്രയെന്ന് എഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പക്ഷെ അവിടെ പോളണ്ട് എന്ന് എഴുതിക്കൊണ്ട് അവിടെ പോയി, അതിലും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കാനഡ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെയും അവർക്കും ചെറിയ ചാൻസ് കൊടുക്കാമായിരുന്നു. ഓക്കെ. പിന്നെ എഴുതിയത് ബ്രസീൽ എന്ന് എഴുതിയിട്ടുണ്ട്, ഷബ്ന. പിന്നെ എഴുതിയത് ഇംഗ്ലണ്ട് എന്നാണ്, കുഞ്ഞോൾ എഴുതിയത് ഇംഗ്ലണ്ടാണ്. പിന്നെ രാജ്മണിന് എഴുതിയത് ന്യൂഡൽഹി എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് ഇന്ത്യയായിട്ട് നമുക്ക് പരിഗണിക്കാമായിരുന്നു. പക്ഷെ അത് ഇന്ത്യ അല്ലല്ലോ നമ്മൾ എഴുതിയത്, കാനഡ ആണല്ലോ. പിന്നെ വിജയം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ വിജയം എന്ന് ലാസ്റ്റ് എഴുതിയിട്ടുള്ളൂ. അവർക്ക് മനസ്സിലായിട്ടില്ല. അവിടെ വിജയം എന്നല്ല എഴുതേണ്ടത്, അവിടെ എത്ര നീക്കം എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കണ്ടല്ലോ, 7 പേര് അയച്ചതൊക്കെ കണ്ടു. ഇനി അടുത്ത വീഡിയോയിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 പേര് വിജയിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ അത് അയച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാനിത് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ QR കോഡ് ആരുടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടാവുന്ന 100 രൂപയുടെ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്.
അപ്പോൾ 100 രൂപ കിട്ടാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പിന്നെ ഗൂഗിൾ പേയുടെ മറ്റോ QR കോഡ് നിങ്ങളുടെ ചാനലിൽ അറിയിക്കുക. അതിലേക്കായിരിക്കും ഞാൻ ക്യാഷ് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ആരുടെ നിങ്ങൾക്കത് കിട്ടണം. അപ്പോൾ ഞാൻ അയച്ചു തരും. അപ്പോൾ എൻ്റെ പേരവിടെ കാണും, റോഹി ഫിദാന്ന് എൻ്റെ ചാനലിൻ്റെയും അതുപോലെ ഗൂഗിൾ പിൻ്റെയും അത് പേരങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ അയച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും പോയി വീഡിയോ നോക്കി എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്, നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്ക് പിന്നെ വരുന്നത് വരെ എല്ലാവരും നോക്കി നിൽക്കുക, ശ്രദ്ധിക്കുക, കറക്റ്റ് ആൻസർ അറിയിച്ചു തരാം. ഓക്കെ, ബൈ.